ഒരു തവണ അലാം അടിച്ചപ്പോക്ക് നമ്മൾ രണ്ടുപേരും ചാടി എണീറ്റു. കാരണം നമുക്കിന്ന് നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ് ഉണ്ട്. വിഷ്ണു എന്നെക്കാൾ മുന്നേ ദേ എണീറ്റ് താഴെ പോയി കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് യൂസേജ് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പെട്ടിയിലോട്ട് എടുത്ത് വെക്കാനുണ്ടായിരിക്കില്ലേ, അതിൻ്റെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഒന്നാമനാണ് ഈ ഒരു ബ്രഷ് കേട്ടോ. രാവിലത്തെ ബ്രഷിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെല്ലെ ഇവൻ നമ്മുടെ പെട്ടിയുടെ അകത്തോട്ട് കയറ്റാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പം 3:45. നമുക്ക് ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഡ്രസ്സ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങണം. 6:45 നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് കേട്ടോ. 6:45 ആംസ്റ്റർഡാമിൽ നിന്ന് പാരീസിലോട്ട്. അവിടെ ഒരു 2 മണിക്കൂർ നമുക്ക് സമയം കിട്ടും. അതിനുശേഷം പാരീസിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട്, അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് കരിപ്പൂരിലോട്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇത്തവണ നമുക്ക് സ്കൈ പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 1.5-1.25 മണിക്കൂർ മുന്നേ സേഫായിട്ട് എയർപോർട്ടിൽ എത്തിയാൽ മതി. അപ്പോൾ ഒരു 4 മണിക്കൂർ ഉറങ്ങാൻ പറ്റി. പാക്കിംഗ് ഒക്കെ നേരത്തെ തീർത്ത് വെച്ചായിരുന്നു കേട്ടോ. ഇത്ര സ്മൂത്ത് ആയിട്ടുള്ളൊരു പാക്കിംഗ് ആക്ച്വലി ഇന്നേ വരെ ഒരു ട്രാവലിനും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവസാനം പാനിക് ആവരുതെന്ന് വിചാരിച്ച് 2 ദിവസം മുന്നേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് വെച്ചായിരുന്നു. കാണിച്ചാൽ അപ്പുറത്തെ റൂമിൽ പെട്ടി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടു. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ നമ്മുടെ ട്രാവൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം ആംസ്റ്റർഡാമിൽ നിന്നും കരിപ്പൂരിലോട്ട്. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നമ്മുടെ പെട്ടികൾ നിരന്നിരിക്കുന്നത് കണ്ടോ. ഇനി ആ മുകളിൽ വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോരോ പെട്ടിയുടെ അകത്തോട്ട് പോകണം. ലഗേജിൻ്റെ വെയിറ്റ് എല്ലാം ഇത്തവണ കറക്റ്റാണ്, ഒന്നും എക്സീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയൊന്ന് റെഡി ആയതിനു ശേഷം ബാക്കി മുകളിലിരിക്കുന്ന ഐറ്റം കൂടെ ഉള്ളിൽ വെച്ച് പെട്ടി താത്തേക്ക് ഇറക്കി നമുക്ക് മെല്ലെ ഇനി എയർപോർട്ടിലോട്ട് വിടാം. ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ് ഇന്നലെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി പാൻസും പിന്നെ ഒരു ടോപ്പാണ് വരുന്നത്. ഇത് കംപ്രഷൻ സോക്സ് ആണ് കേട്ടോ. ആകെ മിഡ് വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞത് 2 കാര്യം ചെയ്യാനായിരുന്നു. ഒന്ന്, കംപ്രഷൻ സോക്സ് ഇടാൻ വേണ്ടിയിട്ടും കാല് സ്വെല്ല് ചെയ്യാതിരിക്കാൻ. പിന്നെ ഒരു 2-3 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒരു 5-10 മിനിറ്റ് ഫ്ലൈറ്റിലാണെങ്കിലും ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട്. ഈ 2 കാര്യം മാത്രമേ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ ഇതിൽ വരുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് വരാം കേട്ടോ. ഞാൻ വാങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി പാൻസ് ആണ് കേട്ടോ അത്. ഭയങ്കര സ്ട്രെച്ചബിൾ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് മാസം വരെ വേണമെങ്കിലും ഇതിടാം. ഞാൻ അതുകൊണ്ട് ഈ ഒരു പാൻസ് തന്നെയാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്ത്. കാരണം കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഇറങ്ങാം. സമയം 4:45 അടുപ്പിച്ചുകൊണ്ടാവുന്നു. 5 മണിക്ക് ആകുമ്പോൾ എയർപോർട്ട് എത്തുന്നുണ്ടായിരിക്കും. 2-3 ദിവസത്തെ ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ പോലെ ഒരു 1-1.5 മാസത്തേക്ക് നാട്ടിൽ പോവുകയാണെങ്കിലും എനിക്ക് വീട് ലോക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ആകമൊത്ത ഒരു കൺഫ്യൂഷനും ഒരു ടെൻഷനും എല്ലാം കൂടെയാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു, നമുക്ക് ഇറങ്ങാം. സഞ്ചേട്ടൻ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ചെടികൾക്കെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചു കേട്ടോ. ഇനി ആഴ്ചയിലൊരിക്കൽ പ്രതു അല്ലെങ്കിൽ സഞ്ചേട്ടൻ വന്നിട്ട് ഒന്ന് വെള്ളം ഒഴിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുന്നെയൊക്കെ ഞാൻ നാട്ടിൽ പോണതിൻ്റെ മുന്നേ ചെടി എല്ലാം കൂടെ എടുത്ത് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വെള്ളം ഒഴിക്കാൻ എളുപ്പമാണല്ലോ. പക്ഷെ ഇപ്പോൾ ചെടിയുടെ എണ്ണവും വലിപ്പം കൂടിയതുകൊണ്ട് അത് പോസിബിൾ അല്ല. അങ്ങനെ എല്ലാ അവസാന മിനിറ്റ് കൺഫ്യൂഷൻസും തീർത്ത് ഹീറ്റേഴ്സ് എല്ലാം പ്രോപ്പർലി ഓഫ് ചെയ്തില്ലേ എന്നൊക്കെ ചെക്ക് ചെയ്ത് നമ്മളിതേ എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണേ. നാട്ടിൽ പോകാൻ എത്രയ്ക്ക് ഇഷ്ടമാണെങ്കിലും നമ്മൾ വീടൊക്കെ ഫുൾ ലോക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ ഒരു ഹെവിനെസ് ആണ് മൈൻഡിന്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് എയർപോർട്ടിലെത്തിയിട്ട് കാണാം. സഞ്ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോവാം. ടിക്കറ്റൊക്കെ ഞാൻ ബെൽറ്റിടാം. ഓക്കെ, എന്താ പറഞ്ഞ കൊടയോ? രാവിലെ ഇത്രയും നേരത്തെ ആയതുകൊണ്ടേ നമ്മളൊരു ഊബർ എടുക്കാമെന്നായിരുന്നു പ്ലാൻ. കാരണം നമുക്കൊരു 20 മിനിറ്റാണ് ഇവിടുന്ന് എയർപോർട്ടിലോട്ട് വരുള്ളൂ. അപ്പോൾ രാവിലെ എല്ലാവരും എണീറ്റ് വരലൊക്കെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ എന്തായാലും സഞ്ചേട്ടൻ വരാമെന്ന് പറഞ്ഞ് സഞ്ചേട്ടൻ തന്നെയാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിലോട്ട് കൊണ്ടാക്കിയത്. നമ്മൾ സ്കിപ്പോളിൻ്റെ ആപ്പിൽ നോക്കിയപ്പോൾ വലിയ തിരക്കൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല തിരക്കുണ്ട്. സമയം 5:20 ആയിട്ടുണ്ട്. നമുക്ക് 6:50 ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 5-5:15 ആകുമ്പോഴെങ്കിലും എയർപോർട്ടിൽ എത്തണം എന്നാണ് വിചാരിച്ച്. ഇത്തവണ നമുക്ക് സ്കൈ പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് ഒരു 1.5 മണിക്കൂറൊക്കെ മുന്നെത്താൻ മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇറങ്ങി നടക്കേണ്ടി വരുമോ?
നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തി. നോക്കി നോക്കാം എത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന. ഞാൻ ഇത്തവണയും പോകുന്ന KLM-ലാണ് കേട്ടോ. ഞാൻ KLM അല്ലാതെ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റും ഇന്നേ വരെ ഞാൻ എടുത്തിട്ടില്ല. എപ്പോഴും ഞാൻ വിചാരിക്കും വേറെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. പക്ഷേ ബുക്ക് ചെയ്ത് വരുമ്പോൾ എപ്പോഴും പ്രൈസ് കുറച്ച് ഓക്കെ ആയിട്ട് കിട്ടിയ KLM ആണ്. ഇത്തവണയും KLM ആണ്, ഓപ്പറേറ്റഡ് ബൈ എയർ ഫ്രാൻസ്. വേറെ ഫ്ലൈറ്റിൽ കയറാൻ യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തവണ നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടി എടുത്ത ടിക്കറ്റിലേ നമുക്ക് 2 പെട്ടിയും കൂടെ കൊണ്ടുപോകായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ മിനിമം ലഗേജ് വെച്ച് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ അധികം വെയിറ്റ് എടുക്കുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. പിന്നെ വിഷ്ണു അധികം അങ്ങനെ വെയിറ്റ് എടുക്കാറില്ലല്ലോ സർജറിക്ക് ശേഷം. നമുക്കങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ അടിച്ചു കിട്ടി. ഞാൻ ഈ ബാഗ് ചെക്ക് ഇൻ ചെയ്തില്ല കേട്ടോ. കാരണം ഈ ബാഗിന് എന്തൊക്കെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് ഉരുട്ടാൻ എളുപ്പം തോന്നി. വിഷ്ണു ബാക്കിക്ക് നടന്ന് വീഴുമോ? ഈ ബാഗ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാതിരിക്കാൻ ഒരു റീസണും കൂടെ ഉണ്ട്. പാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പെട്ടകത്തായി താലി. അപ്പോൾ ഗോൾഡ് ആവുകൊണ്ട് ഹാൻഡ് ബാഗേജിൽ വെക്കുന്നതാണല്ലോ നല്ലത്. അങ്ങനെ കയ്യിൽ വെക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ വന്നിട്ട് നമ്മളൊരു വളകാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് താലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അത് ഞാൻ ഓർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത്തവണ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത്തവണ പാക്ക് ചെയ്യുമ്പോഴേ നമ്മൾ എക്സ്ട്രാ കെയർ എടുത്തിട്ടാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെയിറ്റും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇനി തൽക്കാലം നമുക്ക് നമ്മുടെ ഗേറ്റിലോട്ട് നടക്കാം. പൊതുവേ വിഷ്ണു സന്തോഷത്തോട് കൂടുന്ന ഒരു കട ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പായിരിക്കും കേട്ടോ. ഇവിടെ കയറാൻ വലിയ നിർബന്ധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നടന്ന് എൻജോയ് ചെയ്ത സാധനങ്ങളൊക്കെ നോക്കുന്നതും കാണാം. ആകെ താല്പര്യത്തിൽ കയറുന്ന ഒരേ ഒരു കട ഇതാവുകൊണ്ട് ഞാൻ പിന്നെ വലിയ മുടക്കൊന്നും പറയാറില്ല കേട്ടോ. വിഷ്ണു 2 കൊല്ലങ്ങൾക്ക് ശേഷം നാട്ടിൽ പോണതേ. ഞാൻ 5 മാസത്തിന് ശേഷം. കഴിഞ്ഞ തവണ വന്ന സമയത്ത് വിഷ്ണു ജോലി മാറിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വിഷ്ണു പെട്ടെന്നൊരു വെക്കേഷൻ എടുക്കണ്ടെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിഷ്ണുവിന് ഒരു നല്ല ഗ്യാപ്പുണ്ട്. എനിക്ക് ഇത്തവണ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്നറിയോ? നമുക്കിങ്ങനെ മാസം കൂടി വരുന്തോറും നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ ഒക്കെ വലിപ്പം കുറഞ്ഞു വരുമല്ലോ. അപ്പോൾ എനിക്ക് എല്ലാ ഒരു 15-20 മിനിറ്റിലും, അതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര ഒരു കൺസേണാണ്. എനിക്ക് എല്ലായ്പ്പോഴും അവസരം കിട്ടില്ലേ എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ അവസരമൊക്കെ ശരിയാക്കി ഞാൻ വന്നിരുന്നതാണ്. വിഷ്ണു ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് ഒന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞു. ബോർഡിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും 6:18. അപ്പോൾ 6:50 ഫ്ലൈറ്റ് എടുക്കുന്നത്. എന്നിട്ട് 8 മണിയാകുമ്പോൾ നമ്മൾ പാരീസിലെത്തും. ഇത് നമ്മൾ ലാസ്റ്റ് മിനിറ്റാട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ഏകദേശം ഒരു 4 ആഴ്ച മുന്നേ ആയിരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക, 1 മാസം. കാരണം ആ ഒരു 20th വീക്ക് സ്കാൻ കഴിഞ്ഞിട്ട് ഹെൽത്തും കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഒരു ഡേറ്റ് എടുക്കാമെന്നായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് റിയലി ബുക്ക് ചെയ്തത്. ഒരു തവണ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി, പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്തു അവസാന ബട്ടൺ ക്ലിക്കിൻ്റെ മുന്നേ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അത്ര നല്ലൊരു പ്രൈസിനൊന്നുമല്ല നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത്തവണ നാട്ടിൽ പോക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്കല്ല വിഷ്ണുവിന്. കാരണം വിഷ്ണുവിൻ്റെ അമ്മമ്മയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഏജ് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് തവണ ഞാൻ പോയപ്പോൾ എൻ്റെ ഒപ്പം വന്നില്ലല്ലോ. അപ്പോൾ അമ്മമ്മ വിഷ്ണുവിനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇമോഷൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും തോന്നിയോണ്ടാണ് പെട്ടെന്ന് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പോട്ടെ. ഡോക്ടറും മിഡ്വൈഫും ഒക്കെ അപ്രൂവ് ചെയ്തെങ്കിലും ഞാൻ 6 മന്ത്സ് ട്രാവൽ ചെയ്യുന്നത് അമ്മയ്ക്കും അച്ഛനും ഒക്കെ കുറച്ച് കൺസേണിങ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓരോ പോയിന്റിലും അവരെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ എത്തിയെന്നുള്ളത്. നാട്ടിലേക്ക് എപ്പോഴും വരിക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. കാരണം എവിടെയാണോ ഫാമിലി അവിടെയാണ് ഹാപ്പിനെസ് എന്നാണ് എനിക്ക് തോന്നാറ്. പക്ഷെ നമ്മളൊരു 6-7 വർഷമൊക്കെ ഒരു വേറൊരു കൺട്രിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ചെറിയ താല്പര്യം ഇവിടുത്തെ കാര്യങ്ങളോട് നമുക്ക് തോന്നി തുടങ്ങും. പിന്നെ അത് മാത്രമല്ല നല്ലൊരു ഫാമിലി ബോണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ആൾക്കാരെ അടുത്തൊരു 1-1.5 മാസം നമ്മൾ കാണില്ലല്ലോ, മിസ് ചെയ്യുമല്ലോ എന്നുള്ളതൊക്കെ ഒരു ചെറിയൊരു തോന്നലായിട്ട് ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിക്സ്ഡ് ഇമോഷനോട് കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാരീസിലോട്ടൊരു ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ. കഷ്ടി ഒരു 40 മിനിറ്റേ ഉള്ളൂ. പിന്നെ അവരൊരു സ്നാക്സ് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് പാരീസിൽ ലാൻഡ് ചെയ്തു. ഇവിടെ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ, 2 മണിക്കൂറേ ഉള്ളൂ കഷ്ടി നമ്മുടെ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഷടപടയെ നമുക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തീർക്കണം. നമ്മൾ പാരീസിലെത്തി, ഓൺ ടൈമാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെയാണ് ഇമിഗ്രേഷൻ വരുന്നത്. അപ്പോൾ ഇമിഗ്രേഷൻ വേണം, പിന്നെ സെക്യൂരിറ്റി ചെക്കിനും കൂടെ കഴിഞ്ഞിട്ട് കഷ്ടി നമുക്ക് 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗേറ്റിൻ്റെ അങ്ങോട്ട് നടക്കാം. ഓൺ ദ വേ ഇമിഗ്രേഷൻ കാണുമായിരിക്കും. തണുക്കുണ്ടോ? നമ്മൾ ജാക്കറ്റ് എടുത്തിട്ടില്ല. എനിക്ക് ചെറുതായിട്ട് തണുക്കുന്നുണ്ട്. കാരണം ഇനി ഇവിടെ നിന്നും കൂടെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ജാക്കറ്റിൻ്റെ ആവശ്യം വരില്ലല്ലോ. ചെറിയൊരു തണുപ്പുണ്ട്. എനിക്ക് പൊതുവെ അത്ര നല്ല ഓർമ്മകളുള്ള ഒരു എയർപോർട്ട് അല്ല കേട്ടോ പാരീസ്. ഇവിടെ നമ്മൾ 2-3 തവണ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്.
അപ്പോഴൊക്കെ ചെറിയ 1-2 പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തവണ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണു. സ്മൂത്തായിട്ട് പോകാൻ പറ്റട്ടെ. ഒരു തവണ നാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് ആംസ്റ്റർഡാമിലോട്ട് വരുമ്പോൾ നമുക്ക് പാരീസിൽ നിന്നുള്ള നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി. കാരണം ഇമിഗ്രേഷനിൽ ഭയങ്കര ക്യൂ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എത്രത്തോളം ടൈം അവിടെ എടുക്കും എന്നുള്ളത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നടന്ന് കയറി നമ്മൾ ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങി. നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി മെല്ലെ നേരെ ഗേറ്റിന് അങ്ങോട്ടല്ലേ. എന്തെങ്കിലും കഴിക്കായിരുന്നോ? ആകെ ഒരു ബ്രെഡ് പോലത്തെ എന്തോ റൈറ്റാ കഴിച്ചത്. എന്തെല്ലാം നിലത്തിട്ടോണ്ടിരിക്കണ. പൊതുവേ ഇങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഫ്രഞ്ച് പൊതുവേ കുറച്ച് റൂഡാണെന്ന് കേട്ടോ. എൻ്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയായിരുന്നു. എയർപോർട്ടിലാണെങ്കിലും പിന്നെ ഇവിടെ 1-2 സിറ്റീസിൽ വന്നിട്ടാണെങ്കിലും ഒക്കെ. പക്ഷെ ഇത്തവണ കുറേ ചേഞ്ച്. എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. സ്മൂത്തായിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഗേറ്റിലോട്ട് ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കണ്ട മുഖങ്ങളൊക്കെ അധികം ചിരിക്കുന്നില്ലെങ്കിലും പെരുമാറ്റം നല്ലതായിരുന്നു. അല്ലെങ്കിൽ ചിരി ഉണ്ടാവാറില്ല. നമുക്കിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു വരുമ്പോൾ ഭയങ്കര റൂഡായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ തൽക്കാലം ഇത്തവണ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 10 മിനിറ്റ് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പ്രയോറിറ്റി ഏതൊരു സ്ഥലത്തെയും വാഷ്റൂം കണ്ടുപിടിക്കലാണ് കേട്ടോ. എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുക കേട്ടോ. ചെറുതായിട്ടല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് പോവാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സാൻഡ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിക്കാനുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കിനി നെക്സ്റ്റ് ഒരു 20 to 25 മിനിറ്റ്സിൽ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫ്ലൈറ്റ് കയറി എന്തായാലും പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥിരം സംഗതി തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചായയും കാപ്പിയും കുടിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. ഞാൻ ടോയ്ലറ്റിൽ അനൗൺസ്മെൻറ്റ് കേട്ടു K55 വരാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് കോളാണ് നമുക്ക്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോവാം. വിഷ്ണു ഇവിടെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുക. എടോ കോള് വന്നു, ലാസ്റ്റ് കോള് KL55. പോവാം. അങ്ങനെ നമ്മളിനി ബാംഗ്ലൂരിക്കുള്ള ഫ്ലൈറ്റ് കയറുകയാണ്. എന്തൊരു മുഖത്തൊരു സന്തോഷമല്ലല്ലോ. വിഷ്ണുവിൻ്റെ പുതിയ ഷൂ എങ്ങനെയുണ്ട്? സോറി, വിഷ്ണുവിൻ്റെ പുതിയ ഷൂ എങ്ങനെയുണ്ട്? ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഷൂ ആണ്. വിഷ്ണുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് വിഷ്ണു പറയണത്. ഇഷ്ടപ്പെട്ടില്ലല്ലോ? നല്ല ഷൂ ആണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ ഫ്ലൈറ്റില് പ്രീമിയം എക്കണോമി ആട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഇരിക്കാനൊക്കെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സീറ്റാണെങ്കിൽ നമ്മൾ ഒപ്പം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓരോ സ്റ്റെപ്പിലും നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യണ്ടേ. പക്ഷെ അവസാനം വന്ന ഫ്ലൈറ്റ് അധികം തിരക്കല്ല തോന്നുന്നു. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ സമയത്ത് നമുക്ക് അടുപ്പിച്ച് സീറ്റ് കിട്ടും. പോവാം. നമുക്ക് 2 പേർക്കും അടുത്തടുത്തുള്ള സീറ്റാണ്. അല്ല വിഷ്ണു? വിട്ടില്ല ഞാൻ. ഇവിടെ ഒരു പില്ലോ തന്നിട്ടുണ്ട്, ഒരു ബ്ലാങ്കറ്റ് തന്നിട്ടുണ്ട്, ഒരു ബോട്ടിൽ വെള്ളമുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വഴിയെ കാണിക്കുക എന്തൊക്കെയുണ്ട്. അല്ല, എനിക്ക് വിഷ്ണുവിനെ പറ്റിയൊരു കംപ്ലൈൻറ്റ് പറയാനുണ്ട്. വിഷ്ണുവിന് ഫ്ലൈറ്റിൽ മാത്രം ഒരു പ്രത്യേക സ്വഭാവം വരാനുണ്ട് ഇല്ലേ? അതായത് ചോദിച്ചാൽ മറുപടി പോലും കിട്ടില്ല. ഇങ്ങനത്തെ ഒരാളെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാണില്ല, ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ മുന്നേ കാണില്ല. ഒരു പ്രത്യേക സ്വഭാവമാണ്. ചോദിച്ചൊരു മറുപടി ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. ഫുൾ ഒന്നും ചെയ്യാറില്ല. തവണ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ നോക്കാം. വിഷ്ണുവിൻ്റെ കുറച്ച് സിനിമ ഉണ്ടാവും. എന്നിട്ട് സമാധാനത്തിൽ ഇങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. എന്നോട് കുറച്ച് വർത്താനം, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കാണെങ്കിൽ പ്രഗ്നൻ്റ് ആയതിനു ശേഷം വായ അടക്കി വെക്കാൻ പറ്റുന്നില്ല. കുറച്ച് പറയാനുണ്ട് കേട്ടോ. കേട്ടോ? വിഷ്ണു എന്നിട്ട് ഇടയ്ക്ക് ഗീതുവിനെ വിളിച്ചറിയൊന്ന് കൊണ്ടുപോകുന്നില്ല. ചെവിയിൽ വെള്ളം പോയ പോലെ ഉണ്ടെന്ന് കേട്ടോ. മാരി ബെൽറ്റാണിത്. ഇതുകൊണ്ടൊക്കെ കെട്ടിയണ്ടല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ദൂരാൻ പറ്റില്ല. മലയാളം വേണമായിരുന്നു. നമ്മൾ ബാംഗ്ലൂരിക്കാണ് പോണത്. കന്നഡ ഉണ്ടോ പടം? നിങ്ങൾ എമ്പുരാൻ കണ്ടോ? ഞാൻ എന്തൊരു എക്സൈറ്റഡ് ആണെന്നറിയോ. നാട്ടിൽ വരുന്നതിൻ്റെ ദിവസമാണ് എമ്പുരാൻ റിലീസാവുന്നത്. ഇന്നിവിടെ എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. പ്രതു, ഗീതു, സഞ്ചേട്ടൻ, അമ്മ ചേച്ചി, ദേവ ചേച്ചി എല്ലാവരും ഇന്ന് തന്നെ ഈവനിങ് ജോലി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഷോ ഉണ്ട്, അതിന് പോകുന്നുണ്ട്. ടിക്കറ്റ്സ് കിട്ടാൻ ഇവിടെ നല്ല പണിയായിരുന്നു. പക്ഷേ നമ്മളിന്ന് ട്രാവൽ ചെയ്യുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. ഇന്നലെ ആയിരുന്നെങ്കിൽ പോകുമായിരുന്നു. വിഷ്ണു അങ്ങനെ ഭയങ്കര മൂവിയുടെ ഒന്നും പിന്നാലെ പോകുന്ന ഒരാളല്ലേ. പക്ഷെ ഞാനാണ്. അപ്പം അതുകൊണ്ട് ഞാൻ നാട്ടിലോട്ട് എത്തി. നാളെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, ടയർഡായിരിക്കില്ലേ. അപ്പം നാളെ കഴിഞ്ഞ് ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. വീട്ടിലേക്ക് മറന്നായിരുന്നു.
കുറച്ച് പടം ഞാനൊരു സേഫ്റ്റിക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ എഡിയോസ് എമിഗോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം ഉണ്ടായിരുന്നു. വിഷ്ണു ഇത് ഓൾറെഡി കണ്ടതാണ്, വിഷ്ണുവിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വിഷ്ണു പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ അതിലെ കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഒരു സംഗതി ഒരു രക്ഷയില്ല കേട്ടോ, അരയ്ക്ക് വല്ല ചങ്ങലട്ട പോലെ ഉണ്ട്, നല്ല വെയിറ്റുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിരുന്നു അല്ലേ. പക്ഷെ വെൽ പ്ലാൻഡ് ആയിരുന്നു. നമ്മൾ 2 ദിവസം മുന്നേ പാക്കിങ് തുടങ്ങി, പാക്കിങ് എല്ലാം കറക്റ്റാക്കി വെച്ച്, ലഗേജ് എല്ലാം ഏതിൽ പോകും എന്നുള്ളത് നോക്കി വെച്ച്, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ അവസാന നിമിഷ പാനിക്കുകളൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പാരീസിൽ നമ്മൾ രാവിലെ ഒരു 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ബാംഗ്ലൂർ എത്തുക 12 മണിക്കാണ് രാത്രി. അപ്പോൾ ഏകദേശം ഒരു 10 മണിക്കൂർ ഫ്ലൈറ്റാണ് വരുന്നത്. ഇതെനിക്ക് കുറച്ചൊരു ലോങ് ഫ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു. സാധാരണ ഒരു 7 മണിക്കൂറിലൊക്കെ എത്താറുണ്ട്. ഇനി നമ്മളൊന്നും ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്തെങ്കിലും മറുപടി ഒന്നും ഉണ്ടാവില്ല. വേറെ ഏതോ ലോകത്താണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ടോ. നമ്മളങ്ങനെ പറന്നു പൊങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ രാത്രി 12:30യോടുകൂടെ ബാംഗ്ലൂർ ലാൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ലോങ് ഫ്ലൈറ്റ്സ് ഇഷ്ടം. കയറിയ ഉടനെ അവരൊരു ഗ്ലാസ് ചമ്പാകിനി സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നേ, ഷാമ്പെയിൻ. പിന്നെ ഞാനൊരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസുമാണ് എടുത്തത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് തുടങ്ങാം. പിന്നെ അവരൊരു ട്രാവൽ ഇമ്മ്യൂണിറ്റി കിറ്റ് പ്രൊവൈഡ് ചെയ്തായിരുന്നേ. അതിൽ വെറ്റ് വൈപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു പെയർ സോക്സ് ഉണ്ടായിരുന്നു, ഇയർ പ്ലഗ് ഉണ്ടായിരുന്നു, ഐ മാസ്ക്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, പിന്നെ ഒരു ചെറിയ ട്യൂബിൽ മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയൊരു കിറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മുന്നേയൊക്കെ ഫ്ലൈറ്റ് കയറാൻ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫ്ലൈറ്റ് ഇങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലാൻഡ് ചെയ്താൽ തന്നെ സമാധാനം എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷേ ഇപ്പോൾ കുറച്ച് വന്നു പോകേണ്ട ആവശ്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തവണ നമ്മൾ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു പേടി അറിഞ്ഞോ അറിയാതെയോ ഇങ്ങോട്ടോ പോയി കേട്ടോ. ട്രാവൽ ചെയ്യുന്നതിൻ്റെ തലേന്ന് എനിക്ക് മിഡ് വൈഫിനായിട്ട് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ എന്ന് ഒന്നും കൂടെ കൺഫേം ചെയ്യാനും, പിന്നെ അതിൻ്റെ ഒപ്പം ഡൂസ് ആൻഡ് ഡോൺസ് ഞാൻ ഒന്നും കൂടെ ചോദിച്ച് മനസ്സിലാക്കാമെന്നും കൂടെ വിചാരിച്ചു. അപ്പോൾ അതിലവർ സെർവിക്സ് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം BP ചെക്ക് ചെയ്തു, ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു. അതെല്ലാം ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ഒരു ട്രാവലിന് ഓക്കെ ആണ്, ഫിറ്റ് ആണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കയ്യിൽ വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ എയർലൈനും അത് ചോദിക്കണമെന്നൊന്നുമില്ലേ, പക്ഷെ എന്നാലും നമ്മളത് കയ്യിൽ വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു പെന്നും പേപ്പറും ഒക്കെ എടുത്ത് ഒരു ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചാൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കംപ്രഷൻ സോക്സ് ഇടാനും, പിന്നെ ഈ പറയുന്നത് പോലെ ഒരു 2-2.5 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ടുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ മിഡ് വൈഫ് പറയുന്ന ഓരോ സ്റ്റെപ്പും അനുസരിക്കുന്ന വളരെയധികം ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ് കേട്ടോ ഞാൻ. ഒന്നാമത്, എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ അത്ര വലിയൊരു നോളജൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ബോഡീനെ പറ്റി വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ എന്നെക്കാളും എപ്പോഴും നല്ല ആൾ ഒന്നെങ്കിലും ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ പ്രഗ്നൻസിയും എൻ്റെ ബോഡിയും ഏറ്റവും നന്നായിട്ട് അറിയാൻ മിഡ് വൈഫിനാണ്. അപ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അച്ചട്ട് പോലെ അനുസരിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. അതൊരു ഉപദേശം മറ്റൊരാൾ പറയുന്ന ഉപദേശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളത് എനിക്ക് മനസ്സിലാവാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 8-9 മാസം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പ്രഗ്നൻസി പീരീഡ് എനിക്ക് തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു പീരീഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെയല്ലല്ലോ, ഈ ഒരു പീരീഡ് ഇനി ലൈഫിൽ ഉണ്ടാവുമോ എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടമാണ്. ഇതെനിക്ക് മാക്സിമം എൻജോയ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ തീരുമാനിച്ച് മിഡ് വൈഫ് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അനുസരിക്കും. തൽക്കാലം ഞാൻ വേറൊരു ഉപദേശങ്ങളും എടുക്കുന്നില്ല എന്നുള്ളത്. പിന്നെ എല്ലാ പ്രഗ്നൻസിയും എല്ലാ ബോഡിയും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഒരാളുടെ എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നില്ല ഒരിക്കലും വേറൊരാളുടെ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും നമുക്കൊരു കണക്ഷൻ നമ്മുടെ പ്രഗ്നൻസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുക ചിലപ്പോൾ നമ്മുടെ അമ്മയുടെയൊക്കെ പ്രഗ്നൻസി ജേണി ആയിട്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെൻ്റ് ആകുമ്പോൾ ഇപ്പോൾ ചിലവർക്ക് ബെഡ് റെസ്റ്റ് പറയാം, ചിലവർക്ക് സ്ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സേ പാടുള്ളൂ എന്ന് പറയാം. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് ടിൽ ഡേറ്റ് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ വീക്ക്ലി എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആദ്യത്തെ ഒരു 3 മാസം ഒരു ഇംപ്ലാന്റേഷൻ പീരീഡ് ആവുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ് ഒന്നും അപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. 3 മന്ത്സ് കഴിഞ്ഞ് മിഡ് വൈഫിൻ്റെ അഡ്വൈസോട് കൂടെ ഇപ്പോൾ സൂംബ, യോഗ, അതേപോലെ തന്നെ ഇടയ്ക്ക് ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ്ങും ഒരു ട്രെയിനറുടെ ഹെൽപ്പോട് കൂടെ ഞാൻ ചെയ്യാറുണ്ട്. ഇത്രയും വർത്താനം പറയാനിടയിൽ നമ്മൾ കുറേ തവണ വെള്ളം കുടിച്ചു, കുറേ തവണ നടന്നു, പിന്നെ കുറേ സ്നാക്സും കാര്യങ്ങളും കൂടെ കഴിച്ചു. തൽക്കാലം ഫുഡ് വന്നുകൊണ്ട് ബ്ലാങ്കറ്റൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് കഴിച്ചതിന് ശേഷം തിരിച്ചെടുക്കാം. നല്ല വിശക്കുണ്ടായിരുന്നു എനിക്ക്. ഞാൻ വെച്ചൊരു ഫുഡ് തരില്ല, ഇനി 1 മണിക്കൂറേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഫ്ലൈറ്റിലെ ഫുഡ് അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കയറി ഉടനെ കഴിച്ച മീലും ആവറേജ് ആയിരുന്നു. പിന്നെ ഇതും
അത്യാവശ്യം തിരക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. 1-2 ബ്രെഡും പിന്നെ കുറച്ച് സാലഡ്സും യോഗേർട്ടും ഒക്കെ ആയിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നട്ട്സും ഉണ്ടായിരുന്നു. തിരക്കേടില്ലാത്ത വിശപ്പ് മാറ്റാൻ പറ്റുന്നൊരു സംഗതി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മിനിറ്റ്, ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ നേരത്തെ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്തിനാ ഇപ്പോൾ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കില്ലേ? നമ്മുടെ ജെൻഡർ റിവീലിൻ്റെ താഴെ വളരെ കൺസേണിങ് ആയിട്ടുള്ള കുറേ കമൻറ്റ്സ് കണ്ടായിരുന്നു കേട്ടോ, ഞാൻ ജെൻഡർ അറിഞ്ഞ് ചാടിയതിനെ തുടർന്ന്. അപ്പോൾ അതൊന്ന് അഡ്രസ്സ് ചെയ്യണം തോന്നി. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ ഉള്ളിലെ ലൈഫിനെ പറ്റി ലോകത്തിൽ തന്നെ ഏറ്റവും കൺസേൺഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ. അറ്റ് ദ സെയിം ടൈം പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ നീഡില്ലാതെ നമ്മളെ തന്നെ വല്ലാതെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രഗ്നൻസി ഫേസ് നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? അങ്ങനെ കൃത്യം 12 മണിക്ക് നമ്മളിതേ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. എനിക്കിവിടെ എത്തിയത് ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കാനുള്ള വിശപ്പ്. നമ്മുടെ അവിടുത്തെ ഡിന്നർ ടൈമാണല്ലോ, അപ്പോൾ ചെറുതായിട്ട് ജെറ്റ് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പം എന്തായാലും എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. പുറത്ത് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി കിട്ടിയില്ലെങ്കിൽ മിനിമം നമുക്കൊരു മസാല ദോശയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഈ സമയം 12 മണിക്ക് നമ്മൾ ലാൻഡ് ചെയ്തു. ഇനി നമുക്ക് ലഗേജ് കളക്ട് ചെയ്യണം. രാവിലെ 7 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് കരിപ്പൂരിലോട്ട്. അതുവരെ വിഷ്ണുവിന് ഐഡിയ ഒക്കെ വന്നിട്ടുണ്ട്, അൽക്കട പോയി സർപ്രൈസ് ചെയ്യണം, പോകണം. പക്ഷെ നല്ല ദൂരമുണ്ട് അൽക്കട അങ്ങോട്ട്. ലഗേജൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം. അല്ല, വിഷ്ണുവിൻ്റെ ഐഡിയ ആയിരുന്നോ നമുക്ക് പോവാ? റെസ്റ്റ് എടുത്താലോ എന്ന് വിഷ്ണു ആലോചിച്ചു, സർപ്രൈസ് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചു. ഫ്ലൈറ്റ് ഇറങ്ങിയാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നമ്മൾ ഇമിഗ്രേഷനിലോട്ട് ഓടണം, അല്ലെങ്കിൽ നമ്മൾ ക്യൂ നിന്ന് മടുക്കും. എല്ലാവരും ഭയങ്കര സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെൽറ്റ് നമ്പർ 3ലാണ് നമ്മുടെ ലഗേജ് വരിക. എല്ലാ പരിപാടിയും ഷടപടയെന്നായിരുന്നു. ഇമിഗ്രേഷൻ പെട്ടെന്ന് കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ബെൽറ്റിൽ വന്നത് ആദ്യം നമ്മുടെ പെട്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ 3 പെട്ടി എടുത്തു. ബാഗേജ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം വിഷ്ണു കുറച്ചു നേരം മിസ്സിംഗ് ആയിരുന്നേ. അതായത് ടോയ്ലറ്റ് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ വന്നേ. എന്താ ഇതിൻ്റെ ആവശ്യം എന്ന് എനിക്ക് അപ്പം മനസ്സിലായിരുന്നില്ല, പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി. ഇത് വിഷ്ണുവും അൽക്കിയും വൈശാഖ് സാറും കൂടെ പ്ലാൻ ചെയ്തതായിരുന്നു. അൽക്കിയും വൈശാഖ് സാറും ഇവിടെ വന്ന് ഇന്ന് സർപ്രൈസ് ചെയ്യിക്കുക എന്നുള്ളത് കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് അവരുടെ വീട്ടിലോട്ട്. അപ്പോൾ അവർ ഈ ഒരു നേരത്തെ വരുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു 3 കിളി ഒപ്പം മറന്നുപോയി. കാരണം നമ്മൾ അങ്ങോട്ട് പോകാനായിരുന്നല്ലോ പ്ലാൻ. അപ്പോൾ അൽക്കയുടെ ഫ്രണ്ട് റീമേനെ വിളിച്ച് സെക്യൂരിറ്റിനെ കൊണ്ട് ഗേറ്റ് തുറന്നു തരണം എന്നുള്ള എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തതായിരുന്നു. അപ്പം അതെ അവർ ഇതൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നേ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ തനിക്കറിയായിരുന്നു വെടിവെക്കില്ല, വീഡിയോ എടുക്കുക. അതാണോ ഞാൻ പോയിട്ട് കുറേ വരുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ ഒട്ടും എക്സ്പ്രസീവ് അല്ല. എൻ്റെ ഉള്ളിലുള്ള കാര്യത്തിൻ്റെ 10-1 മാത്രമേ എൻ്റെ മുഖത്ത് വരൂ. അപ്പൊ ഇപ്പൊ കണ്ടതന്നെ മാക്സ്. കിളി ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ ഇവളെന്നോട് ബാക്കിൽ വന്നിട്ട് ചോദിച്ചു വളാഞ്ചേരിക്കുള്ള വഴി അതാണ്. എന്താ ചോദിച്ചു? പക്ഷെ ഞാൻ ഇപ്പോഴും റിയാലിറ്റിക്ക് വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്റെ കൈയൊക്കെ വരക്കുക ആലോചിച്ച് നോക്കി. ഞാൻ അങ്ങോട്ടും നീ ഇങ്ങോട്ട് വരുന്നത് ഗംഭീര ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല വെണ്ണയും മസാല ദോശ കിട്ടിയിട്ടുണ്ട്. ഞാൻ വ്ളോഗ് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ ഒന്ന് മുൻകൂട്ടി പറയണം. ഞാൻ ഇവിടെ എത്തിയപ്പോ ഞാൻ ആയുധം എടുത്താ ഇവളപ്പം ആയുധം എടുക്കും. ജിലേബി കഴിക്കൂ. എടാ നീയാണ് എനിക്ക് ഓർമ്മിപ്പിക്കണേ, സാറ് എടുക്കണല്ലോ. എന്ത് തനിക്ക് ഇഷ്ടപ്പെടാത്ത പോലെ. പിന്നെ വെണ്ണയും മസാല ദോശയിൽ താൻ എന്താ ഉദ്ദേശിച്ചത്? എന്റെ വെണ്ണയും മസാല ദോശ. നല്ല വെണ്ണയും മസാല ദോശയും നല്ലൊരു ഗ്ലാസ് ചായയും കുടിച്ചു. ആഹാ, വന്നിറങ്ങിയ ഉടനെ ഈ ഒരു വിശപ്പില് നമുക്ക് വേണ്ട ഈ ഒരു ഭക്ഷണം കിട്ടിയപ്പോൾ ബോധിച്ചു. വിഷ്ണുവിന്റെ ഷൂ എങ്ങനെയുണ്ട്? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഒരിക്കലും വിശ്വസിക്കാം. തനിക്ക് ഇത്ര സ്റ്റൈൽ സെൻസ് ഉണ്ടല്ലോ. കണ്ടോ, നല്ലതാണ്. നമുക്ക് ഇവിടുന്ന് ടെർമിനൽ 1 പോവാം. അവിടുന്നാണ് നമുക്ക് നമ്മുടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ അങ്ങനെ ഇവിടെ T1 ടെർമിനലിൽ എത്തിയിട്ടോ. തൽക്കാലം ഈ ഒരു വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ തവണ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാറ്. ഒന്ന് നമ്മൾ
ഫസ്റ്റ് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നത് വരെയും അത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതും കൂടെ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് വീഡിയോസ് അത്ര ഇഷ്ടമല്ല. എപ്പോഴും പറയും ഒരു 30-35 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയി പോയി. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റിൽ നിർത്താൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ വീട്ടിലെത്തുന്നതായിരിക്കും. വരുന്നുണ്ടോ എൻ്റെ ഇപ്പോൾ വീട്ടിലോട്ട്? അപ്പോൾ ഇല്ല, വരും. നമ്മുടെ ഒരു വളകാപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ പറഞ്ഞു മുഴുവൻ ഇതുവരെ തീരുമാനമായിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. വെന്യൂ ഒന്നും മുഴുവൻ അങ്ങോട്ട് ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇവിടെ എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഇരിക്കട്ടെ. 2 മണിയായി, 7:15 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 6 മണിയാകുമ്പോഴേക്ക് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ കരിപ്പൂർ എയർപോർട്ടിലോട്ട് പോകുന്നതാണ്. അതുവരെ ടാറ്റ.